Welcome to Zodiac Academy. Myself, Reshma, faculty team, Zodiac Academy. ഇന്ന് നമുക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് 2017 കണ്ടക്ട് ചെയ്ത PSC എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതിനകത്ത് 100 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് GK റിലേറ്റഡ് ആയിരുന്നു. ബാക്കിയുള്ള 60 ക്വസ്റ്റ്യൻസ് ആണ് നഴ്സിംഗ് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നത്. ആ 60 ക്വസ്റ്റ്യൻസ് ആണ് നഴ്സിംഗ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നായിട്ട് വരുന്ന 19-ന് ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കായി സോഡിയാക് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റുഡൻസും അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ 100 ഡേയ്സ് ബാച്ച് 5th ബാച്ച് സോഡിയാക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് സോഡിയാക് അക്കാഡമിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആബ്സെൻസ് ഓഫ് സൈനക്കോബാലമിൻ കോസസ് അനീമിയ. Option A, pernicious anemia. Option B, sickle cell anemia. And option C, megaloblastic anemia. And option D, iron deficiency anemia. Answer option A ആണ് വരുന്നത്, അതായത് പെർനീഷ്യസ് അനീമിയ. നമുക്കറിയാം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ RBCയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുക. അതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും കാരണം 2 കോസസ് ആണ് മെയിനിലായിട്ടുള്ളത്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും അതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി. ഇത് രണ്ടുമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ പ്രധാന കാരണം. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് മെയിനായിട്ട് പെർനീഷ്യസ് അനീമിയ, അതായത് സൈനക്കോബാലമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ B12. ആ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. സാധാരണ ഗ്യാസ്ട്രക്ടമി സർജറി കഴിഞ്ഞ ആൾക്കാരിലാണ് നമുക്ക് പെർനീഷ്യസ് അനീമിയ കാണുന്നത്. ദെൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറഞ്ഞാൽ RBCയുടെ നമ്പർ കുറയുന്നത് കാരണം ഉണ്ടാകുന്നതാണ് എന്ത്, അയൺ ഡെഫിഷ്യൻസി അനീമിയ. നമുക്ക് ഓക്സിജൻ സപ്ലൈ കുറയും, അതുമൂലം ഓക്സിജൻ സപ്ലൈ കുറയുന്നു. അങ്ങനെ ആണ് ആ ഒരു കണ്ടീഷനാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ RBCയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ബോൺ മാരോയിൽ നിന്ന് അത് എക്സിറ്റ് ചെയ്ത് വരാനുള്ള ഒരു ഡിലേ ഉണ്ടാകുന്നു. അതാണ് മെയിനായിട്ട് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ സംഭവിക്കുന്നത്. പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ B12, ദാറ്റ് മീൻസ് ദ സൈനക്കോബാലമിൻ ഡെഫിഷ്യൻസി. ദെൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ, RBCയുടെ നമ്പർ കുറയുന്നു. ബട്ട് സിക്കിൾ സെൽ അനീമിയ നമുക്കറിയാം, അതൊരു ജെനറ്റിക് കണ്ടീഷനാണ്. ഇതിൽ നിന്നുള്ള എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് RBCയുടെ ഷേപ്പ് സിക്കിൾ ഷേപ്ഡ് ആകുന്നു. അതാണ് സിക്കിൾ സെൽ അനീമിയക്കകത്ത് സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ടർ ലോഗിംഗ് ഓഫ് ടിഷ്യൂസ്. ഓപ്ഷൻ A പ്ലൂറസി, ഓപ്ഷൻ B പ്ലിത്തോറ, ഓപ്ഷൻ C ഓക്സിജനേഷൻ ആൻഡ് ഓപ്ഷൻ D എഡിമ. ഇതിൻ്റെ ആൻസർ നമുക്ക് നന്നായിട്ട് അറിയാം. ഓപ്ഷൻ D എഡിമയാണ് ആൻസർ വരിക. ഇതിനകത്ത് ഓപ്ഷൻ A നിങ്ങൾക്കറിയാം, പ്ലൂറസി മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്ലൂറ ലെയർ, അതായത് നമ്മുടെ ലങ്സിൻ്റെ ലെയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. മെയിൻലി ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലൂറൽ ഇഫ്യൂഷൻ. ഓക്കെ, ദെൻ എഡിമ നമ്മൾ നോക്കുമ്പോൾ എഡിമ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, അതായത് അതിൻ്റെ ഒരു ടൈപ്സ് ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് 0+, അതായത് നോ പിറ്റിംഗ് എഡിമ. എങ്ങനെ നമുക്ക് എഡിമ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതാണ്. ദെൻ 1+ ആണെങ്കിൽ ഒരു 2 mm ഡിപ്രഷനേ വരുന്നുള്ളൂ. അതായത് 2 mm ഡിപ്രഷനാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്രസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് 1+. ദെൻ 2+ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് പിറ്റിംഗ് എഡിമയാണ് വരിക. അതായത് ഡിപ്രസ് ചെയ്ത് കഴിയുമ്പോൾ 10 to 15 സെക്കൻഡിനകം അത് തിരിച്ച് ഡിസപ്പിയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2+. നെക്സ്റ്റ് മോഡറേറ്റ്ലി സിവിയർ പിറ്റിംഗ് എഡിമ, അതായത് നമ്മൾ ഡിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്നു. ദാറ്റ് ഈസ് 3+. ദെൻ സിവിയർ പിറ്റിംഗ് എഡിമ, അതായത് ഡിപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏകദേശം ഒരു 2 മിനിറ്റ്സ് നീണ്ടു നിൽക്കും. ദാറ്റ് ഈസ് 4+. ഇതാണ് പിറ്റിംഗ് എഡിമയുടെ ക്ലാസിഫിക്കേഷൻ. Question number 3, deficiency of calcium in adult human body. Option A osteomalacia, option B keratomalacia, option C rickets and option D acromegaly. Here answer is
ഓപ്ഷൻ എ ഓസ്റ്റിയോമലേഷ്യ. നമുക്കറിയാം കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുക, അതായത് വൈറ്റമിൻ ഡി ഫോസ്ഫേറ്റ്സ് ആൻഡ് കാൽസ്യം, വൈറ്റമിൻ ഡി ഫോസ്ഫേറ്റ്സ് ആൻഡ് കാൽസ്യം, ഈ മൂന്ന് ടൈപ്പിന്, അതായത് ഇതിൻ്റെ മൂന്നിൻ്റെയും ഇംപെയർഡ് മെറ്റാബോളിസം കാരണം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. ഓസ്റ്റിയോമലേഷ്യ അഡൾട്ട്സിൽ കാണുമ്പോൾ റിക്കറ്റ്സ് ചിൽഡ്രനകത്താണ് കാണുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം ഇൻ അഡൾട്ട് ഹ്യൂമൻ ബോഡി. കാൽസ്യം ഇൻ അഡൾട്ട് ഹ്യൂമൻ ബോഡിയാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇസ് ഓസ്റ്റിയോമലേഷ്യ. ഇപ്പോൾ ചിൽഡ്രൻ എന്നായിരുന്നു ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് റിക്കറ്റ്സ് ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, നെർവ് ഇൻവോൾവ് ഇൻ കാർപ്പൽ ടണൽ സിൻഡ്രോം. റേഡിയൽ നെർവ്, മീഡിയൻ നെർവ്, അൾനാർ നെർവ് ആൻഡ് ഓപ്ഷൻ ഡി ഫെമറൽ നെർവ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് മീഡിയൽ നെർവ്. നമുക്കറിയാം കയ്യിലിട്ട് സപ്ലൈ തരുന്ന ഒരു മെയിൻ നെർവാണ് മീഡിയൽ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നതാണത്. ഓക്കെ, നമുക്ക് സാധാരണ ഫിംഗറിലോട്ട് കയ്യിലെ 4 മെയിൻ മസിലിലോട്ടാണ് സപ്ലൈ ഉണ്ടാകുക. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഈ നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ, അത് കാരണം നമുക്ക് ടിംഗ്ലിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കിഡ്നി, പാൻക്രിയാസ്, ലങ്സ് ആൻഡ് ലിവർ. ആൻസർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, ദറ്റ് ഈസ് ലിവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവറിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. മെയിൽസിലാണെങ്കിൽ 1600 ഗ്രാം വെയ്റ്റും ഫീമെയിൽസ് ആണെങ്കിൽ 1300 ഗ്രാം വെയ്റ്റുമാണ് ഉള്ളത്. വെഡ്ജ് ഷേപ്ഡ് ആണ്, റെഡിഷ് ബ്രൗൺ കളറാണ്, 4 ലോബുണ്ട്. ബ്ലഡ് സപ്ലൈ ബൈ ഹെപ്പാറ്റിക് ആർട്ടറീസ്. സാധാരണ നമ്മുടെ റൈറ്റ് അപ്പർ ക്വാഡ്രന്റിലാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ലിവറിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്യുക. മെറ്റാബോളിസം ഫങ്ഷൻസ് ഇൻക്ലൂഡഡ് ഇൻ മെറ്റാബോളിസം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ മെറ്റാബോളിസം. ആൻഡ് സെക്രീറ്ററി ഫങ്ഷൻ ബൈൽ. ആൻഡ് എക്സ്ക്രീറ്ററി എന്ന് പറയുമ്പോൾ ബിലിറുബിൻ, ട്രക്സ്, ടോക്സിൻസ്. ആൻഡ് സിന്തസിസ് ആൽബുമിൻ, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ആൻഡ് സ്റ്റോറേജ് വൈറ്റമിൻ, കാർബോഹൈഡ്രേറ്റ്സ് എക്സെട്ര. ആൻഡ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോക്സിൻസ് ആൻഡ് അമോണിയ. ഓക്കെ, ഇത്രയാണ് മെയിൻ ഫങ്ഷൻ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഓപ്ഷൻ എ 10 to 18 centimeter of water, option B 20 to 30 centimeter of water, on option C 30 to 48 centimeter of water, and option D 40 to 58 centimeter of water. ഇതിൻ്റെ ആൻസർ അറിയാം, ഓപ്ഷൻ എ ആണ്, 10 to 18 centimeter of water ആണ് നമുക്കിതിൻ്റെ ആൻസർ വരുന്നത്. സോ CSF എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വെൻട്രിക്കിൾസിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ്, നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വോളിയം 150 ml ആണ്, ഡെയിലി പ്രൊഡക്ഷൻ 500 ml ആണ്, അത്രയും തന്നെ എമൗണ്ട് അബ്സോർവ് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ലംബാർ പഞ്ചർ സമയത്ത് CSF ട്രാപ്പ് ചെയ്ത് എടുക്കാറുണ്ട്, CSF ടാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ലംബാർ പഞ്ചർ ചെയ്യുന്ന സൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യുക. L2 and L3 or L3 or and L4, ഇതാണ് നമ്മുടെ കോമൺ സൈറ്റ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ CSF പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കൊറോയിഡ് പ്ലെക്സസും ആൻഡ് CSF അബ്സോർവ് ചെയ്യുന്നത് അരക്കിനോഡ് വില്ലയുമാണ്. ഇത്രയും കാര്യങ്ങൾ CSF എന്ന് കേൾക്കുമ്പോൾ ഓർത്തു വെക്കണം. Question number 7, stirrup shaped bone in human ear, malleus, ingus, stapes and ossicles. ഓക്കെ, നമ്മുടെ മിഡിൽ ഇയറിൽ കാണുന്ന ബോൺസ് ആണ് മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പിസ്. ഓക്കെ, ഇതിനകത്ത് മാലിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാമർ ഷേപ്ഡ് ആണ്. ഇംഗസ് എന്ന് പറയുമ്പോൾ ആൻവിൽ ഷേപ്ഡ് ആണ്. സ്റ്റേപ്പിസ് എന്ന് പറയുമ്പോൾ സ്റ്റിറപ്പ് ഷേപ്ഡ് ആണ്. ആ ബോൺ കുറച്ചും കൂടെ നന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മാലിയസ്, ഇംഗസ് and this is stapes, that is the stirrup shaped.
Then defense mechanism in which people goes back to childhood. Option A regression, option B projection, option C repression and option D rationalization. Here answer എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത്, അതായത് റിഗ്രഷൻ. നമുക്ക് ചൈൽഡ്ഹുഡിലോട്ട് തിരിച്ചു പോവുക. ഇപ്പോൾ ഒരു അസുഖം വരുമ്പോൾ അഡൾട്ട് ആണെങ്കിൽ തന്നെയും ചൈൽഡ്ഹുഡ് ക്യാരക്ടറിലോട്ട് തിരിച്ചു പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിഗ്രഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇത് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പാണ്. അതിൽ 1-2 പറയാം. ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ വരുന്നതിൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലേസിങ് ബ്ലെയിം ഓൺ ഡിഫിക്കൽട്ടീസ് അപ്പോൺ അതേഴ്സ്. ഹിയർ അതേഴ്സ് ആർ സീൻ ആസ് റെസ്പോൺസിബിൾ ഫോർ ഓൺ മിസ്റ്റേക്ക്. സ്വന്തമായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ അത് മറ്റുള്ളവർ കാരണമാണ് എന്ന് പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. ആൻഡ് റിപ്രഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് അൺകോൺഷ്യസ് ഫോർഗെറ്റ്ഫുൾനെസ് ഓഫ് അവർ അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഒരു അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുക ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് മനഃപൂർവ്വമായി മറക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിപ്രഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ റാഷണലൈസേഷൻ. ഇറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ justifies his failure and socially unacceptable feelings and behavior by making excuses. അപ്പോൾ നമുക്ക് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്നത് പോലെ എന്താണ്, ഒരു ഫെയിലുവറിനെ നമ്മൾ ന്യായീകരിക്കുന്നു. അതിനെ എന്ത് പറയുന്നു? റാഷണലൈസേഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 9. വെൻ മെൻ്റൽ ഏജ് ഓഫ് എ പേഴ്സൺ ഈക്വൽ ക്രോണോളജിക്കൽ ഏജ്, the intelligent quotient will be 80, 90, 100 and 110. Intelligent quotient means IQ വരുമ്പോൾ ഇവിടെ ക്രോണോളജിക്കൽ ഏജും മെൻ്റൽ ഏജും ഈക്വൽ ആകുന്നത് മെയിനായിട്ട് 100ലാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം വില്യം സ്റ്റേണിൻ്റെ IQ കാൽക്കുലേഷൻ, ദാറ്റ് മീൻസ് എന്താണ്, മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ, IQ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, 130 ഈ പറയുന്ന മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 130 ആൻഡ് എബവ് ആണ് വരുന്നതെങ്കിൽ വെരി സുപ്പീരിയർ, ആൻഡ് 120 to 129 ആണ് വരുന്നതെങ്കിൽ സുപ്പീരിയർ, 110 to 119 വരികയാണെങ്കിൽ ഹൈ ആവറേജ്, 90 to 109 ആവറേജ്, 80 to 89 ലോ ആവറേജ്, 70 to 79 ബോർഡർ ലൈൻ, 60 ആൻഡ് ബിലോ എക്സ്ട്രീംലി ലോ. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക. Then question number 10, false perception by human beings. Perception, illusion, hallucination and discrimination. Here answer is option B ആണ്, അതായത് illusion. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ illusion, hallucination and delusion. ഓക്കെ, ഈ ഓപ്ഷനിലില്ല delusion. ഇത് മൂന്നും മാറി മാറി ചോദിക്കുന്നതാണ്. ഓക്കെ, ഹിയർ ഞാനത് മൂന്നും ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ വന്നത്, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫോൾസ് പെർസെപ്ഷൻ ബൈ ഹ്യൂമൻ ബീയിങ്, ദാറ്റ് മീൻസ് ഇലൂഷൻ. ഓക്കെ, അതായത് മിസ് പെർസെപ്ഷൻ ഓഫ് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഓക്കെ, ഇലൂഷൻ ദാറ്റ് മീൻസ് മാജിക് എന്ന് ഓർത്താൽ മതി. അതായത് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്താണ്? മിസ് പെർസെപ്ഷൻ ഓഫ് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് most likely to occur when general level of sensory stimulation, that is consciousness is reduced. ഓക്കെ, അതായത് നമുക്ക് കയ്യിലിരിക്കുന്നത് ഇതിപ്പോൾ ഫോണാണെങ്കിൽ അതിനെ മറ്റൊന്നായിട്ട് കാണുന്നു, അത് ഇലൂഷൻ. അപ്പോൾ അങ്ങനെ മറ്റൊന്നായിട്ട് കാണിക്കുന്നത് എന്താണ്? മാജിക്കുകാരല്ലേ ഒരു കയ്യിലിരിക്കുന്ന സാധനത്തിന് വേറൊരു സംഭവമായിട്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇലൂഷൻ എന്ന് പറയുമ്പോൾ മാജിക് എന്ന് ആലോചിക്കുക. ഓക്കെ, ദെൻ ഡെലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഫിക്സഡ് ബിലീഫാണ്, ഫോൾസ് ബിലീഫായിരിക്കും. ഓക്കെ, ഡെലൂഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഫോൾസ് ബിലീഫ് ദാറ്റ് കനോട്ട് ബി കറക്റ്റഡ്. ഓക്കെ, ബൈ ലോജിക്. അതായത് അവർ വിശ്വസിക്കുന്നു എന്നെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ ഡെലൂഷൻ്റെ കുറേ ടൈപ്സുകളുണ്ട്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, നമുക്കത് മാറ്റാൻ പറ്റില്ല, ദാറ്റ് ഈസ് ഡെലൂഷൻ. Then false sensory perception experienced without real external stimulus. അതായത് എന്താണ്? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് അവിടെ ഇല്ല, ബട്ട്
പേഷ്യൻറ്റിന് അങ്ങനെ ഫീൽ ചെയ്യുന്നു, അത് ഹാലൂസിനേഷൻ. വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ട്, ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, ടാക്ടൈൽ ഹാലൂസിനേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് ഇല്ലാത്തൊരു ശബ്ദം അവർ കേൾക്കുക, ഇല്ലാത്തൊരു കാര്യം അവർ കാണുക. ഓക്കെ, അപ്പോൾ അത് ഹാലൂസിനേഷൻ. ആ ഡിഫറൻസ് മാറി മാറി എക്സാമിന് വരാറുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. ഇലൂഷൻ എന്ന് പറഞ്ഞാൽ മാജിക് എന്ന് ഓർക്കുക. കയ്യിലിരിക്കുന്ന ഫോണിനെ വേണമെങ്കിൽ മുയലാക്കാം. ഓക്കെ, അപ്പോൾ അത് ഇലൂഷൻ. ദെൻ ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ, അതായത് ഫോൺ ഇവിടെ ഇല്ല, അതായത് പൊട്ടാതെ വേണ്ട, അതായത് എന്താണ്, ഇല്ലാത്ത ഒരു ശബ്ദം കേൾക്കുക, ദാറ്റ് ഈസ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. നമ്മൾ ആരും അത് കേൾക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ബട്ട് പേഷ്യൻ്റ് അത് കേൾക്കുന്നു, ദാറ്റ് ഈസ് ഹാലൂസിനേഷൻ. ഡെലൂഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് ബിലീഫാണ്. ഇപ്പോൾ ഒരാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ആര് പറഞ്ഞാലും തിരുത്താൻ കഴിയില്ല. ഓക്കെ, അതിന് ഡെലൂഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് വൈറ്റമിൻ കോസസ് ഡ്രൈനെസ് ഓഫ് കൺജക്റ്റൈവ? Vitamin D, option A vitamin D, option B vitamin C, and option C vitamin B, and option D vitamin A. Dryness of conjunctiva, നമുക്ക് ഇതിന് ഓപ്ഷൻ കൃത്യമായിട്ട് അറിയാം, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. നമുക്കറിയാം ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ഉണ്ട്, വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും കെരാറ്റോമലേഷ്യ, ഡ്രൈനെസ് ഓഫ് കൺജക്റ്റൈവ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വൈറ്റമിൻ എയിൽ ഉണ്ടാവുക. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. ദെൻ വൈറ്റമിൻ ഇ മൈൽഡ് ഹിമോളിറ്റിക് അനീമിയ ഇൻ ന്യൂബോൺ. ആൻഡ് വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാകുക. ഇനി വാട്ടർ സോളിബിൾ വൈറ്റമിൻ B1, എല്ലാത്തിൻ്റെ പേര് പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. B1 തയാമിൻ, ബെറിബെറി, ആൻഡ് B2 റൈബോഫ്ലേവിൻ. ദെൻ B3 നിയാസിൻ, പെല്ലഗ്ര, ആൻഡ് B5 പാന്തോത്തിനിക് ആസിഡ്, പാരസ്തേഷ്യ ഉണ്ടാക്കുന്നു. ദെൻ ബയോട്ടിൻ B7. ദെൻ ഫോളിക് ആസിഡ് മീൻസ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. സൈനക്കോബാലം നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. വൈറ്റമിൻ B12 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ആൻഡ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, സ്കർവി. ഓക്കെ, ഇത് ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. അവൈലബിൾ ക്ലോറിൻ പെർസെൻറ്റേജ് ഇൻ ബ്ലീച്ചിങ് പൗഡർ? Option A 66%, option B 33%, option C 55%, and option D 44%. Here answer is option D 44%. Then question number 13. Amount of bleaching powder needed for disinfecting 1000 liter tank water. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. 0.5 gram, option B 1.5 gram, option C 2.5 gram, and option D 3.5 gram. Here answer option C ആണ് 2.5 gram. Question number 14. Complex spot are clinical sign seen in the condition. Option A mumps, option B measles, option C chicken pox, and option D filariasis. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. കോപ്ലിക് സ്പോട്ട് കാണുന്നത് ഓപ്ഷൻ ബി ആണ്, മീസിൽസിൽ. ഓക്കെ, അപ്പോൾ മീസിൽസിൽ സാധാരണ മീസിൽസ് ഉണ്ടായാലുണ്ടാകുന്ന 2 കോംപ്ലിക്കേഷൻസ് ഓർത്ത് വെക്കുക. വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയും ന്യൂമോണിയയുമാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് കെറാറ്റോമലേഷ്യ സീനിയൻ. ഓപ്ഷനിൽ മീസിൽസും മറ്റ് 2-3 കണ്ടീഷനും ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണം, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാണുന്നത് മീസിൽസിലാണ്. അതുപോലെ തന്നെ ന്യൂമോണിയ ഒരു മീസിൽസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. Question number 15. How many virus strains are present in oral polio vaccine? 5, 4, 2, and 3. Okay. നമുക്കറിയാം ഓറൽ പോളിയോ അതായത് പോളിയോ വൈറസ് എന്ന് പറയുമ്പോൾ 3 സ്ട്രെയിൻ ആണുള്ളത്. പോളിയോ വൈറസ് 1, 2, and 3. ഓക്കെ, അതിൽ പോളിയോ 2 ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നതാണ് പാരാലിറ്റിക് പോളിയോ ആയിട്ട് അറിയപ്പെടുക. ഏറ്റവും കൂടുതൽ പാരാലിസിസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടൈപ്പ് 1ഉം. ടൈപ്പ് 3 ആണ് വാക്സിൻ ഇൻഡ്യൂസബിൾ പോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മുന്നേ ഈ 3 സീറോ ടൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ട്രൈവാലൻ്റ് വാക്സിനാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ബൈവാലൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ് 2. ഓക്കെ, കാരണം ടൈപ്പ് 2 നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then question number 16. The edematous swelling on the brain scalp due to infiltration of serosanguinous fluid by the presence of girdle of contact.
ഓപ്ഷൻ എ സെഫാൽ ഹെമറ്റോമ, ഓപ്ഷൻ ബി ഇൻട്രാക്രാനിയൽ ഇഞ്ചുറി, ഓപ്ഷൻ സി ക്യാപുട്ട് സക്സീഡിനം, ഓപ്ഷൻ ഡി സ്കാൽപ്പ് ഇഞ്ചുറി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഇതൊരു ബർത്ത് ഇഞ്ചുറി ആണ്. ബർത്ത് ഇഞ്ചുറി അതായത് ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന ബർത്ത് ഇഞ്ചുറിക്കകത്ത് വരുന്നതാണ് സെഫാൽ ഹെമറ്റോമയും ക്യാപുട്ട് സക്സീഡിനം, അതുപോലെ തന്നെ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി, എപ്സ് പാൽസി, ക്ലംഗി പാൽസി, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഫേഷ്യൽ ബെൽസ് പാൽസി, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇത് സ്കള്ളിലുണ്ടാകുന്ന അബ്നോർമാലിറ്റിയാണ് ഈ ഉദ്ദേശിച്ചത്. എഡുമാറ്റിക് സ്വെല്ലിംഗ് ഓൺ ദ ബ്രെയിൻ സ്കാൽപ്പാണ്. ബ്രെയിൻ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് ആണ്. എന്താണ്? സിറോസാങ്കുനസ് ഫ്ലൂയിഡ് കളക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് സെഫാൽ ഹെമറ്റോമ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ ക്യാപുട്ട് സക്സീഡിനം ആൻഡ് സെഫാൽ ഹെമറ്റോമ രണ്ടും തമ്മിൽ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്യാപുട്ട് സക്സീഡിനം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസൻറ്റിംഗ് പാർട്ട് ഓഫ് ദ ഹെഡ്, ആ ഭാഗത്തായിരിക്കും വരിക. സെഫാൽ ഹെമറ്റോമ പെരിയോസ്റ്റിയം ഓഫ് സ്കൾ ബോൺ ആൻഡ് ബോൺ, രണ്ടിൻ്റെ ഇടയിൽ, പെരിയോസ്റ്റിയത്തിനും ബോണിനും ഇടയ്ക്കായിട്ട് വരും. ദെൻ ക്യാപുട്ട് സക്സീഡിനം എന്ന് പറയുമ്പോൾ സ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്യും, ആ പോയിന്റ് ഓർമ്മ വേണം. ദെൻ സെഫാൽ ഹെമറ്റോമ ഡസ് നോട്ട് ക്രോസ് സ്യൂച്ചർ ലൈൻ. ദെൻ പീരീഡ്സ് ഓഫ് അബ്സോർഷൻ എന്ന് പറയുന്ന 3 to 4 ഡേയ്സിനകത്ത് ക്യാപുട്ട് സക്സീഡിനം അബ്സോർവ് ചെയ്യുന്നു. ദെൻ ഫ്യൂ വീക്സ് ടു മന്ത്സ് എടുക്കും സെഫാൽ ഹെമറ്റോമ അബ്സോർവ് ചെയ്യാനായിട്ട്. ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ക്യാപുട്ടിനകത്ത് ഒന്നും ചെയ്യാനില്ല. ആൻഡ് സെഫാൽ ഹെമറ്റോമയ്ക്കകത്ത് സപ്പോർട്ടീവ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ട്. Here answer is not C, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ടൈപ്പിങ്ങിലുണ്ടായ മിസ്റ്റേക്ക് ആണ്. സോ എപ്പോഴും ഫ്ലൂയിഡ് കളക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപുട്ട് സക്സീഡിനവും ബ്ലഡ് കളക്ഷൻ വരുന്നത് സെഫാൽ ഹെമറ്റോമയും ആയിരിക്കും. അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതും കൂടെ നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 17. എ ബേബി ബോൺ വിത്ത് എ ജസ്റ്റേഷണൽ ഏജ് of less than 37 completed weeks. Option A low birth weight baby, option B small for date baby, and option C postame baby, and option D preterm baby. Here answer is preterm baby. So എന്താണ് ടേം ബേബി എന്ന് ഉദ്ദേശിക്കുന്നത്? 37 to 42 വീക്സിനകത്ത് ഡെലിവറി ആകുന്ന ബേബിയാണ് ടേം ബേബി. 37 താഴെയാണെങ്കിൽ പ്രീടൈം ബേബി, 42 കഴിയുന്നതാണെങ്കിൽ പോസ്റ്റ് ടൈം ബേബി. ഓക്കെ, സ്മോൾ ഫോർ ഡേറ്റ്സ് ബേബി എന്ന് പറഞ്ഞാൽ നമുക്കതിന് മറ്റൊരു പേരാണ് IUGR. ഓക്കെ, IUGR അതായത് ബർത്ത് വെയ്റ്റ് ലെസ് ദാൻ 10th percentile, ദാറ്റ് ഈസ് നോൺ ആസ് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് അല്ലെങ്കിൽ IUGR. ലോ ബർത്ത് വെയ്റ്റ് ബേബി എന്ന് പറഞ്ഞാൽ അത് ടേം ആയാലും പോസ്റ്റ് ടൈം ആയാലും പ്രീ ടൈം ആയാലും വെയ്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 2.5 kg ആണെങ്കിൽ നമ്മൾ അതിനെ ലോ ബർത്ത് വെയ്റ്റ് ബേബി എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 18. Somnambulism is the condition. Option A sleep walking, option B sleep talking, and option C teeth grinding, and option D nightmares. Here answer option somnambulism എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് വാക്കിംഗ് ആണ്, അത് നമുക്ക് നന്നായിട്ട് അറിയാം. Here answer is option A. Then question number 19. Specific drug for filariasis. Option A paracetamol, option B diethyl carbamazepine, and option C liver nitin, and option D doxycycline. നമുക്കറിയാം ഫൈലേറിയാസിൻ്റെ ഡ്രഗ് DEC ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ. Question number 20. Indomethacin is the medical choice for the cardiac condition. Option A tetralogy of Fallot, option B tricuspid atresia, option C coarctation of aorta, and option D patent ductus arteriosus. ഇൻഡോമെത്താസിൻ സാധാരണ നമ്മൾ കൊടുക്കുന്നത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസിലാണ്. PDA അതായത് ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കൊടുക്കുന്നതാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് ഇൻഡോമെത്താസിൻ. അതിൻ്റെ ഡോസ് 0.2 mg/kg വെച്ചിട്ട് 3 ഡോസാണ് കൊടുക്കുക. ദെൻ അതിൽ ക്ലോസ് ആയിട്ടില്ല, അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ഡോസും കൂടെ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21. A 4-year-old child having burned over
ഫ്രണ്ട് ആൻഡ് ബാക്ക് ട്രങ്ക്, ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ് അക്കോർഡിംഗ് ടു റൂൾ ഓഫ് 9. നമ്മുടെ കഴിഞ്ഞ DHS എക്സാമിൽ ചലഞ്ച് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ എല്ലാ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ എന്താണ് റൂൾസ് ഓഫ് 9 നമുക്കറിയാം. വാലൻസ് റൂൾസ് ഓഫ് 9 എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ചെസ്റ്റ് 18 ആണ്, ഫ്രണ്ട് ബാക്ക് 18 ആണ്, ആംസ് ലെഫ്റ്റ് റൈറ്റ് ആം 9 ആൻഡ് ലെഫ്റ്റ് ആം 9 ആൻഡ് പെരിനിയം 1, റൈറ്റ് ലെഗ് 13.5 or 14 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ലെഫ്റ്റ് ലെഗ് 13.5, ഹെഡ് ഫ്രണ്ടും ബാക്കും ആയിട്ട് ചേർത്തിട്ട് 18. ഇങ്ങനെയാണ് റൂൾസ് ഓഫ് 9 കുട്ടികളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ കറക്റ്റ് അല്ല, ചലഞ്ച് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. Question number 22, dietary intake of calcium should be reduced in clinical condition. Hypoparathyroidism, option B hyperparathyroidism, and option C hypothyroidism, and option D hyperthyroidism. Okay. അപ്പോൾ ഇതിൽ കാൽസ്യം റെഡ്യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈപ്പർ പാരാതൈറോയിഡിസം. ഓക്കെ. അപ്പോൾ ഹൈപ്പർ പാരാ മീൻസ് നമ്മുടെ തൈറോയ്ഡ്, അതായത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഓവർ സ്റ്റിമുലേഷൻ ആണ് ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഇവിടെ പാരാതൈറോയ്ഡ് ഹോർമോൺ, അതായത് പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ലെവൽ കാൽസ്യം സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ്. ഇതിൻ്റെ ഓവർ സ്റ്റിമുലേഷൻ കാരണം കാൽസ്യം എന്താണ് ബ്ലഡ് ലെവലിൽ കൂടുന്നു. അതുകൊണ്ട് തന്നെ ഹൈപ്പർ പാരാതൈറോയിഡിസിൽ നമ്മൾ കാൽസ്യം കൺട്രോൾ ചെയ്യുക. ഓക്കെ. ദെൻ question number 23, Nissen's fundoplication procedure is done to treat option A intestinal obstruction, option B Hirschsprung's disease, option C gastroesophageal reflux disease, and option D pyloric stenosis. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ്, ഗേർഡ് എന്ന് നമ്മൾ പറയുന്നു. ബാക്കിയുള്ളത് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, കുട്ടികളിൽ കാണുന്ന കോമൺ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഏതാണ്? ഇൻഡ്യൂസ് അസപ്ഷൻ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹിഷ്പ്രിങ്സ് ഡിസീസ് അല്ലെങ്കിൽ മെഗാകോളൻ, എ ഗാംഗ്ലിയോണിക് സെൽസ് ഇൻ കോളൺ എന്ന് പറയുന്നതാണ് എന്ത്? മെഗാകോളൺ അല്ലെങ്കിൽ ഹിഷ്പ്രിങ്സ് ഡിസീസ്, ഒരു കൺജനിറ്റൽ കണ്ടീഷനാണ്. ദെൻ പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ പൈലോറിക് സ്പിഞ്ചർ സ്റ്റീനോട്ടിക് ആയി പോവുക, പ്രൊജക്ടൈൽ വോമിറ്റിംഗ് കാണുന്ന കണ്ടീഷൻ, നോൺ ബിലിയസ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. നമ്മുടെ ചൈൽഡ് ഹെൽത്തിൻ്റെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാം. സോ ഹിയർ ആൻസർ ഈസ് നിസൻ ഫണ്ടോപ്ലിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ഗേർഡിലാണ്. Question number 24, adult type of diphtheria vaccine. Option A TD, option B DT, option C DPT, and option D PT. Okay. Adult type diphtheria vaccine എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എ ആണ്, TD. അതായത് ഡിഫ്തീരിയ ടെറ്റനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. DT എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ ടോക്സോയിഡ് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയും. അപ്പോൾ ഇവിടെ അഡൾട്ട് ടൈപ്പ് വാക്സിൻ എന്ന് ഉദ്ദേശിക്കുന്നത് TD ആണ്. ഓക്കെ. അത് തിരിച്ച് ഈ രീതിയിലും എഴുതി കാണാറുണ്ട്, നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 4 to 6 വീക്സ് ഇൻ്റർവെല്ലിൽ 2 ഡോസാണ് കൊടുക്കുക. 2 ഡോസസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 6 to 12 months കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബൂസ്റ്റർ ഡോസ് കൊടുക്കണം. ഓക്കെ. അതാണ് TD വാക്സിൻ. Question number 25, temperature of autoclave for effective sterilization. Option A 111, option B 115, option C 118, and option D 121. നമുക്കറിയാം ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോർ 30 minutes. ഓക്കെ. Question number 26, which disease condition is characterized by pea soup stools? Option A diphtheria, option B typhoid, option C chickenpox, and option D cholera. Okay. Pea soup stool കാണുന്നത് നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ടൈഫോയിഡ്.
കോളറയിൽ എന്ത് ടൈപ്പാണ്? റൈസ് വാട്ടർ സ്റ്റൂളാണ്. ഓക്കെ. ഡിസെൻട്രിയിലാണെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ട്. Question number 27. Immediate disinfection of all contaminated articles and bodily discharge during the course of disease. Option A, terminal disinfection. Option B, fumigation. Option C, concurrent disinfection. And option D, autoclaving. Immediate disinfection of contaminated article and body discharge during the course of disease എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളൊരു ഡിസീസിൻ്റെ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്ന ആ ടൈമിൽ, ഇപ്പോൾ പേഷ്യൻ്റ് ഒന്ന് ചുമച്ചു, നിലത്ത് അല്ലെങ്കിൽ ബ്ലഡ് നിലത്ത് വീണു, നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഡ്രസ്സും ബെഡ്ഷീറ്റും ഓൺ ദ ടൈമിൽ ഡിസിൻഫെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്ന ആ ഡ്യൂറിങ് ആ പീരീഡ് ഫുൾ ചെയ്യുന്നതിനാണെങ്കിൽ നമ്മളതിനെ കൺകറൻറ്റ് ഡിസിൻഫെക്ഷൻ എന്നും, പേഷ്യൻ്റ് ഡിസ്ചാർജായി പോവുകയോ ഡെത്തായി പോവുകയോ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഒരു ഡിസിൻഫെക്ഷനെ നമ്മൾ ടെർമിനൽ ഡിസിൻഫെക്ഷൻ എന്നും പറയുന്നു. ഓക്കെ, ഓട്ടോക്ലേവിംഗ് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Question number 28. A surgery in which symptoms are relieved but the basic cause remains so does not cure the disease. Option A, ablative surgery. Option B, transplant surgery. Option C, palliative surgery. And option D, diagnostic surgery. Okay. Here answer option C, palliative surgery. എന്താണ് പാലിയേറ്റീവ് സർജറി? ഇപ്പോൾ ഇവിടെ പറഞ്ഞു, സർജറി ടു റിലീവ് ഓർ റെഡ്യൂസ് ഇൻറ്റൻസിറ്റി ഓഫ് ആൻ ഇൽനെസ്. ഫോർ എക്സാമ്പിൾ കൊളോസ്റ്റമി. ഇപ്പോൾ നമുക്ക് എന്താണ്, അതൊരിക്കലും ക്യൂറേറ്റീവ് അല്ല, നമുക്ക് പെട്ടെന്ന് സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർജറി. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ആ സർജറി കൊണ്ട് നമുക്ക് അസുഖം കുറയുന്നില്ല. ഓക്കെ. ഡയഗ്നോസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബയോപ്സി, എൻഡോസ്കോപ്പി, ഇതെല്ലാം ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ആണ്. ദെൻ അബ്ലേറ്റീവ് സർജറി, ദാറ്റ് മീൻസ് സർജറീസ് ടു റിമൂവ് എ ഡിസീസ്ഡ് ബോഡി പാർട്ട്. ഫോർ എക്സാമ്പിൾ അപ്പൻഡിസെക്ടമി, ആംപ്യൂട്ടേഷൻ, എക്സെട്ര. Question number 29. Predominant cation in extracellular fluid. Option A, potassium. Option B, magnesium. Option C, calcium. And option D, sodium. Here answer is option D, sodium. Extracellular fluid കാണുന്നത് സോഡിയവും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്നത് പൊട്ടാസ്യം ആണ്. Question number 30. When a nasal catheter is used to deliver oxygen from an oxygen cylinder, flow rate of oxygen. Nasal catheteril എത്ര ഓക്സിജൻ ഫ്ലോ റേറ്റ് ആണ് ഉണ്ടാകുക? ഓപ്ഷൻ എ 1 to 4 liter per minute. ഓപ്ഷൻ ബി 5 to 8 liter per minute. ഓപ്ഷൻ സി 9 to 12 liter per minute. And option D 13 to 16 liter per minute. Here answer is option A 1 to 4 liter per minute. ഓക്സിജൻ മാസ്ക് തന്നെ നമുക്കറിയാം, ഓരോ കളർ കോഡിംഗ് ഉണ്ട്. ഇപ്പോൾ വെഞ്ചുറി മാസ്ക് കളർ കോഡിംഗ് സിസ്റ്റം ഉണ്ട്. ഓരോ കളർ കോഡിങ്ങിലും ഡിഫറെൻറ്റ് ടൈപ്പ് ലിറ്റേഴ്സ് ആണ് അതിനകത്ത് ഓക്സിജൻ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നോക്കി വെക്കണം. Question number 31. Position to be kept by a person for doing lumbar puncture. T shape, C shape, B shape and Y shape. നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹിയർ ആൻസർ ഇസ് B, C shape. Okay. Question number 32. Normal range of blood gas analysis of PCO2. നമുക്ക് ABG അനാലിസിസിൻ്റെ നോർമൽ വാല്യൂവിൽ PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നോർമൽ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 15 to 25, ഓപ്ഷൻ ബി 25 to 35, ഓപ്ഷൻ സി 35 to 45 ആൻഡ് ഓപ്ഷൻ ഡി 45 to 55. ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 35 to 45. PH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. PO2 80 to 100, PCO2 35 to 45 ആൻഡ് ബൈകാർബ് എന്ന് പറയുന്നത് 20 to 28 ആണ്.
Question number 33. Normal level of serum creatinine in human body 0.6 to 1.2 milligram per deciliter. Option B 1.2 to 2 milligram per deciliter. Option C 2 to 3 milligram per deciliter. And option D 3.6 to 4.2 milligram per deciliter. Serum creatinine normal value എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അതായത് 0.6 to 1.2 milligram per deciliter ആണ്. മറ്റ് വാല്യൂസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് യൂറിയ 15 to 40, യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ 4 to 7 ആണ്. ദെൻ സോഡിയം 135 to 145, പൊട്ടാസ്യം 3.5 to 5 ആൻഡ് ക്ലോറൈഡ് 96 to 106 ആൻഡ് ബൈകാർബണേറ്റ് 23 to 27. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്നതിലെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. യൂറിയ ചോദിച്ചിട്ടുണ്ട്, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ്. ദെൻ ഇത്രയും കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Question number 34. What will happen to sugar content of cerebrospinal fluid during bacterial infection? Normal. Option B decrease. Option C increase. And no sugar in option D. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ CSFലെ ഫ്ലൂയിഡിലെ ഷുഗർ കണ്ടന്റിന് എന്ത് സംഭവിക്കുന്നു? കുറയുവാണോ കൂടുവാണോ, എന്താണ് സംഭവിക്കുക? ഓക്കെ, നമുക്കറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ സാധാരണ ഷുഗർ കണ്ടന്റ് കുറയുവാണ് ചെയ്യുന്നത്. ഹിയർ നോർമൽ ആണെങ്കിൽ നമുക്കറിയാം നോർമൽ CSFൻ്റെ വാല്യൂസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിങ്ങൾ കാണുന്നുണ്ട് 50 to 80 ആണ്. പ്രോട്ടീൻ 15 to 45 ആണ്. WBCൻ്റെ എമൗണ്ട് ലെസ് ദാൻ 8 ആണ്. ഓക്കെ, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ കാണുന്നുണ്ട് ലെസ് ദാൻ 40, അതായത് ഷുഗർ കണ്ടന്റ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ വൈറൽ മെനിഞ്ചൈറ്റിസ് നോക്കൂ, ഷുഗർ കണ്ടന്റ് എപ്പോഴും നോർമൽ ആയിരിക്കും. ഓക്കെ, ഫംഗലിന് നോർമൽ ആവാം, ചിലപ്പോൾ കുറയാം. ഓക്കെ, അപ്പോൾ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ ഷുഗർ കണ്ടന്റ് കുറയുന്നു. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് നോട്ട് ചെയ്യുക. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ അപ്പിയറൻസ് ടർബിഡ് ആണ്. വൈറൽ മെനിഞ്ചൈറ്റിസ് ക്ലിയർ ആയിരിക്കും, ഫംഗലിനും ക്ലിയർ ആയിരിക്കും. ഇനി ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് പ്രഷർ എന്ന് പറയുന്നത് എലിവേറ്റഡ് ആയിരിക്കും. വൈറലിനും ഫംഗലിനും നോർമൽ റേഞ്ച് ആയിരിക്കും. ദെൻ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ WBC എന്ന് പറയുന്നത് 1000 to 2000 ആയിരിക്കും. വൈറലാണെങ്കിൽ ലെസ് ദാൻ 300 ആയിരിക്കും. ഫംഗലാണെങ്കിൽ ലെസ് ദാൻ 500 ആയിരിക്കും. പ്രോട്ടീൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ മോർ ദാൻ 200 ആയിരിക്കും. വൈറൽ മെനിഞ്ചൈറ്റിസ് ലെസ് ദാൻ 200 ആയിരിക്കും. ഫംഗൽ മെനിഞ്ചൈറ്റിസിൽ മോർ ദാൻ 200 ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. Question number 35. Presence of Bence-Jones protein in urine analysis seen in nephrotic syndrome. Option B glomerulonephritis. Option C multiple sclerosis. And option D multiple myeloma. Okay, here answer multiple myeloma. ഓക്കെ, എന്താണ് മൾട്ടിപ്പിൾ മൈലോമ? നമുക്കറിയാം പ്ലാസ്മ ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസറാണ് മൾട്ടിപ്പിൾ മൈലോമ. അതിൻ്റെ യൂറിൻ അനാലിസിസിൽ നമുക്ക് കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് സൈനാണ് പ്രസൻസ് ഓഫ് ബെൻസ്-ജോൺസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ നമ്മൾ യൂറിൻ അനാലിസിസ് ചെയ്യുമ്പോൾ കാണുന്നതാണ് എന്ത്? സ്മോക്കി ബ്രൗൺ യൂറിൻ. ഓക്കെ, അതായത് ഹെമച്ചൂറിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെമച്ചൂറിയ കാരണമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ ആ ഒരു ടൈപ്പ് യൂറിൻ കാണുന്നത്. Question number 36. Prescribed guidelines established by authority under which activities are to be performed? Option A strategy, option B policy, option C rule, and option D manual. Here answer option B policy. Question number 37. The universal recipient blood group. Option A group A, group C group O, and option D group AB. ഓക്കെ, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗ്രൂപ്പ് AB ആണ്. ഡോണർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് O ആണ്. അപ്പോൾ ഇതിനകത്ത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് A, B, AB ആൻഡ് O. ഓക്കെ, അതിനകത്ത് ആൻറ്റിജൻ പ്രസൻ്റ് ആയിട്ടുള്ളത് AB ഗ്രൂപ്പ് ആൻഡ് AB ഗ്രൂപ്പ്. ആൻറ്റിജൻ O ഗ്രൂപ്പിൽ ആബ്സെൻ്റ് ആണ്, ഇല്ല. ദെൻ ആൻറ്റിബോഡീസ് ആണ് നോക്കുമ്പോൾ ഗ്രൂപ്പ് എയിലുണ്ട്, ഗ്രൂപ്പ് ബിയിലുണ്ട്.
ഗ്രൂപ്പ് ഓയിലും ഉണ്ട് ആൻറ്റിബോഡീസ്, ബട്ട് AB ഗ്രൂപ്പിൽ ആൻറ്റിബോഡീസ് ഇല്ല. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 38, question number 38, the process by which a liquid medication is introduced into a cavity drop by drop. Instillation option A, option B irrigation, option C insertion and option D inhalation. ഓക്കെ, നമുക്കറിയാം ഡ്രോപ്പ് ആയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന ലിക്വിഡ് മെഡിക്കേഷൻ കൊടുക്കുന്നതിന് നമ്മൾ ഇൻസ്റ്റിലേഷൻ എന്നാണ് പറയുന്നത്. ബാക്കി മൂന്ന് ഓപ്ഷനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമോട് വരുന്നില്ല. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ എ. Question number 39, which clinical condition is identified by triple test in pregnancy? Option A West syndrome, option B Down syndrome, option C Robinson syndrome and option C Klinefelter syndrome. Okay, ട്രിപ്പിൾ ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 ടെസ്റ്റ് ഉണ്ട്, ട്രിപ്പിൾ ടെസ്റ്റും ഉണ്ട്, ക്വാഡ്രിപ്പിൾ ടെസ്റ്റും ഉണ്ട് മെറ്റേണൽ സ്ക്രീനിങ്ങിനകത്ത്. ട്രിപ്പിൾ ടെസ്റ്റിൽ HCG, AFP, ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആൻഡ് ഈസ്ട്രിയോൾ, ഇത് മൂന്നുമാണ് ട്രിപ്പിൾ ടെസ്റ്റിനകത്ത് ചെയ്യുക. ഓക്കെ, ക്ലിയർ? എന്നാൽ ക്വാഡ്രിപ്പിൾ ടെസ്റ്റിനകത്ത് ഇത് മൂന്നിൻ്റെ കൂടെ പ്ലസ് ഇൻഹിബിൻ എയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, അതാണ് ക്വാഡ്രിപ്പിൾ ടെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ഡൗൺ സിൻഡ്രത്തിലാണ് എന്ത് ട്രിപ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഹിബിൻ മാത്രമായിട്ടും നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഹിബിൻ മാത്രമായിട്ട് നോക്കിയാലും ഡൗൺ സിൻഡ്രം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. So 40, question number 40, menstruation at regular intervals but with excessive flow and duration. Option A menorrhagia, option B metorrhagia, option C polymenorrhea and option D oligomenorrhea. Here answer is option A menorrhagia. ഓക്കെ, നമുക്ക് എന്താണ് റെഗുലർ സൈക്കിൾ ആയിരിക്കും, ബട്ട് എന്താണ് എക്സസീവ് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നെങ്കിൽ അതിനെ മെനോറാജിയ എന്ന് പറയുന്നു. ഇത് നമ്മൾ 5 minutes വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, സ്പീച്ച് എ ഡിസ്റ്റർബ്ഡ് ക്ലൈന്റ് സ്റ്റാർട്ട് ടു റിപ്പീറ്റ് ഫ്രേസസ് ദാറ്റ് അതേഴ്സ് ഹാവ് ജസ്റ്റ് സെഡ്. ഓപ്ഷൻ എ ഓട്ടിസം, ഓപ്ഷൻ ബി എക്കോലാലിയ, ഓപ്ഷൻ സി നിയോലോഗിസം ആൻഡ് ഓപ്ഷൻ ഡി എക്കോപ്രാക്സിയ. ഓക്കെ, അതായത് ഒരാൾ പറയുന്ന ഫ്രേസിനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇപ്പോൾ ഇങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഇങ്ങനെയാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ ബി ആണ് ആൻസർ, എക്കോലാലിയ, പറയുന്നതിന്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എക്കോപ്രാക്സിയ? ഞാൻ ചോദിക്കും ഇങ്ങനെയാണോ, അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ആക്കുവാണ്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റും അതുപോലെ ആ ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു? എക്കോപ്രാക്സിയ എന്ന് പറയുന്നു. നിയോലോഗിസം പുതിയ വേർഡ്സുകൾ കോയിൻ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. Question number 42, management of dumping syndrome is best accomplished by planning to maintain the client. Option A on high fiber diet, low fat diet, option C low protein diet and option D fluid only diet. ഇതും DHSൻ്റെ എക്സാമിനെ ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസിൽ ഡംപിങ് സിൻഡ്രത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഹൈ ഫാറ്റ് ആൻഡ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അതായത് ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ, കറക്റ്റ് ആൻസർ ഈസ് ഹൈ ഫാറ്റ് ആൻഡ് ലോ കാർബോഹൈഡ്രേറ്റ്. Question number 43, complete absence of spontaneous movement with mutism, negativism and rigid posturing. Delirium, dementia, stupor and delusion. Okay, complete absence of spontaneous movement with the mutism, negativism and rigid posturing. Okay, patient complete rigid postureലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ സി ആണ് ശരിക്കും ആൻസർ, ദാറ്റ് ഈസ് നോൺ ആസ് stupor. ഓക്കെ, ഇതിൽ മറ്റ് ഡെലൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഡെലീറിയവും ഡിമെൻഷ്യയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സോ അതെന്താണെന്ന് കൂടെ നോക്കാം. സോ ഡെലീറിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സഡൻ ആയിട്ടുള്ള അബ്രപ്റ്റ് ആയിട്ടുള്ള ഒക്കറൻസ് ഓൺസെറ്റ് ആയിരിക്കും. ബട്ട് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഡെലീറിയത്തിൽ ലെസ് ദാൻ 1 month ആയിരിക്കും, ഡിമെൻഷ്യയിൽ 1 to 2 years ആയിരിക്കും. ഓക്കെ, ഓറിയൻറ്റേഷൻ ഡെലീറിയത്തിൽ ഇമ്പേർഡ് ആയിരിക്കാം, ഡിമെൻഷ്യയിൽ ജനറലി നോർമലാണ്.
മെമ്മറി ഡെലീറിയത്തിൽ റീസെൻ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് മെമ്മറി ഇമ്പയർമെൻ്റ് ഉണ്ടാകും. ബട്ട് ഡിമെൻഷ്യയിൽ റീസെൻ്റ് ആൻഡ് റിമോട്ട് മെമ്മറി ഇമ്പയർമെൻ്റ് ആണ് ഉണ്ടാകാറുള്ളത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് പഠിച്ചു വെക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. ഹൂ ഡിഫറൻഷിയേറ്റ് സൈക്യാട്രിക് ഇൽനസ് ടു ഡിമെൻഷ്യ പ്രിക്കോക്സ് ആൻഡ് മാനിക് ഡിപ്രസീവ് ഇൽനസ്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രൂയിഡ്, ഓപ്ഷൻ ബി യൂജിൻ ബ്ലൂവർ, ഓപ്ഷൻ സി കട്ട് സ്കൈഡർ ആൻഡ് ഓപ്ഷൻ ഡി എമിൽ ക്രാപ്ലിൻ. ഓക്കെ, അപ്പോൾ ഹിയർ ആൻസർ ഈസ് എമിൽ ക്രാപ്ലിനാണ് നമുക്ക് എന്താണ് ഡിമെൻഷ്യ പ്രിക്കോക്സ് ആൻഡ് മാനിക് ഡിപ്രസീവ് ഇൽനസ് എന്നുള്ള എന്താണ് ഈ സൈക്യാട്രിക് ഇൽനസ് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുത്ത ആള്. യൂജിൻ ബ്ലൂവർ ആണ് സ്കിസോഫ്രീനിയ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ തെറാപ്യൂട്ടിക് ബ്ലഡ് ലിഥിയം ലെവൽ വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഡ്രഗ് ഇൻ ബൈപോളാർ ഡിസോർഡർ? തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് ലിഥിയം ആണ് ചോദിക്കുന്നത്. 2.6 to 3.2 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ, ഓപ്ഷൻ ബി 3.6 to 4.2 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ, ഓപ്ഷൻ സി 0.6 to 1 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 0.1 to 0.5 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ. ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് വരിക, 0.6 to 1.2 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ. Question number 46. Fear of high place. Claustrophobia, option B acrophobia, option C agoraphobia and option C xenophobia. High place ne പേടി ഉണ്ടാകുക, അതിന് ഹൈ പ്ലേസസ് പേടി ഉണ്ടാകുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുക? അഗോറോഫോബിയ എന്നാണ് പറയുക. ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് സ്പേസസ്. ഓക്കെ, ഓപ്പൺ സ്പേസിന് പേടിയാകുന്നത് അഗോറോഫോബിയ. ഞാൻ കുറച്ച് ടൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഒന്ന് അക്രോഫോബിയ, ഇപ്പോൾ പറഞ്ഞ ഫിയർ ഓഫ് ഹൈറ്റ്സ്, ദെൻ എയറോഫോബിയ ഫിയർ ഓഫ് ഫ്ലൈയിങ്, അഗോറോഫോബിയ ഫിയർ ഓഫ് പബ്ലിക് ഫേസ് ആൻഡ് അപ്പോൾ ബാക്കിയുള്ളത് നോക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെനോഫോബിയ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്, സൂഫോബിയ ഫിയർ ഓഫ് അനിമൽസ്, ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ളത് നെക്ടോഫോബിയ ഫിയർ ഓഫ് ഡാർക്ക്, ദെൻ ക്ലോസ്ട്രോഫോബിയ ചോദിച്ചിട്ടുണ്ട് ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസ്, ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹെമറ്റോഫോബിയ ഫിയർ ഓഫ് ബ്ലഡ് ആൻഡ് ദെൻ ഇത്രയൊക്കെയാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പാത്തോഫോബിയ ഫിയർ ഓഫ് ഡിസീസ്. Question number 47. A selective serotonin reuptake inhibitor. Option A amitriptyline, option B imipramine, option C desperamine and option D fluoxetine. Here answer is option D ആണ്. അതായത് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ നമ്മൾ സാധാരണ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. മറ്റ് ഡ്രഗ്സുകളാണ് ഫ്ലൂക്സെറ്റിൻ പറഞ്ഞു, ദെൻ പാരോക്സെറ്റിൻ ആൻഡ് സെട്രാലിൻ, ഇതെല്ലാം സെറട്ടോണിൻ റീഅപ്ടേക്ക് ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗ്സുകളാണ്. Question number 48. In 8 CD4 count, less than 200 cells per millimeter cube and 300 to 400 and 400 to 500, more than 400. Okay, here answer is option A, less than 200 ആണ്. അപ്പോൾ ഇതിനകത്ത് more than 500 or equal ആണെങ്കിൽ അത് asymptomatic ആയിരിക്കും. ഓക്കെ, 200 to 499 ആണെങ്കിൽ എയ്ഡ്സ് ഇൻഡിക്കേറ്റർ ആണ്. ലെസ് ദാൻ 200 ആണെങ്കിൽ ഓർ ലെസ് ദാൻ 200 ഓർ ഈക്വൽ ആണെങ്കിൽ നമ്മളതിനെ എയ്ഡ്സ് കേസായിട്ട് കണക്കാക്കും. കളർ ഓഫ് മെക്കോണിയം സ്റ്റെയിൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്: റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് വൈറ്റ്. മെക്കോണിയം സ്റ്റെയിൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കളർ നമുക്കറിയാം, ഗ്രീൻ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കളർലെസ് ആണ്.
അപ്പോൾ ഡാർക്ക് ബ്ലഡ് സ്റ്റെയിൻഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൺസീൽഡ് ആക്സിഡൻ്റൽ ഹെമറേജ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് RH ഇൻകോമ്പാറ്റബിലിറ്റിയാണ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ കളർ മെക്കോണിയം സ്റ്റെയിൻഡ് ആണ്. ഡാർക്ക് റെഡ് ഓർ ബ്രൗൺ ദാറ്റ് ഇൻഡിക്കേറ്റ് ഫീറ്റൽ ഡെത്ത് ഓർ IUD ആൻഡ് ഗ്രീനിഷ് യെല്ലോ ദാറ്റ് ഇൻഡിക്കേറ്റ് പോസ്റ്റ് മെച്യൂരിറ്റി. എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. Question number 50, a positive sign of pregnancy. Amnorrhea, nausea, vomiting. Option B, fetal outline by sonography. Option C, frequency of maturation. And option D, Braxton His contraction. ഈ ടോപ്പിക്ക് നമ്മൾ 5 minutes വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബബിൾ, പോസിബിൾ ആൻഡ് പോസിറ്റീവ് സൈൻ. ഹിയർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോസിറ്റീവ് സൈൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പോസിറ്റീവ് സൈൻ എന്ന് ആദ്യം നോക്കാം. അതായത് സൈൻസ് ഓഫ് പ്രഗ്നൻസി നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രിസംറ്റീവ്, പ്രോബബിൾ ആൻഡ് പോസിറ്റീവ്. ഓക്കെ, അതിനകത്ത് പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റീവ് സൈനാണ്. ഡെഫിനിറ്റീവ് സൈൻ, അൺമിസ്റ്റേക്കബിൾ സൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ മൂവ്മെൻറ്റ്, ഫീറ്റൽ വിഷ്വലൈസേഷൻ. അതായത് അൾട്രാസൗണ്ട് വഴി പേഷ്യൻറ്റിൻ്റെ കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഫീറ്റൽ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുക, ഹാർട്ട് റേറ്റ്. ഓക്കെ, അപ്പോൾ ഹിയർ ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഫീറ്റഡ് ഔട്ട്ലൈൻ ബൈ സോണോഗ്രാഫി. ദാറ്റ് ഈസ് ദ ആൻസർ, ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പോസിറ്റീവ് സൈൻ. ഇനി മറ്റ് സൈൻ, പ്രിസംറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഫെൽറ്റ് ബൈ ദ വുമൺ, മദറിന് മാത്രം അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഫെറ്റീഗ്, യൂറിനറി ഫ്രീക്വൻസി, ക്യുക്കണിങ് അറിയാലോ, റെക്കഗ്നേഷൻ ഓഫ് ഫീറ്റൽ മൂവ്മെൻറ്റ് ബൈ ദ മദർ. ഓക്കെ, അപ്പോൾ മോർണിംഗ് സിക്നസ്, ഇതെല്ലാമാണ്. ദാറ്റ് ഈസ് പ്രിസംറ്റീവ്. പ്രോബബിൾ സൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ഐഡൻറ്റിഫൈഡ് ബൈ ദ കെയർ പ്രൊവൈഡർ. ഓക്കെ, അതായത് യൂട്ടറിൻ എൻലാർജ്മെൻറ്റ്, അതായത് ഹെഗാ സൈൻ, ബലോട്ട്മെൻറ്റ്, ദെൻ സെർവൈക്കൽ ചേഞ്ചിനകത്ത് ഗുഡൽ സൈൻ, ബ്രാക്സൺ ഹിസ് കൺട്രാക്ഷൻ, പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ്, ചാഡ്വിക് സൈൻ, ഇങ്ങനെയുള്ളതാണ് എന്ത്? പ്രോബബിൾ സൈൻ എന്ന് പറയുന്നത്. സർട്ടൈൻ ആൻഡ് ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി ബട്ട് നോട്ട് ഡെഫിനറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോബബിൾ സൈൻ. Question number 51, housemaid knee, blepharitis, balanitis, bronchitis and bursitis. Okay, here answer is option D ആണ് ആൻസർ വരിക. അതായത് ഈ ബസ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഫിൽഡ് പാഡ്സ് ആണ് നമ്മുടെ ജോയിൻസിനകത്തുള്ള, അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ബർസൈറ്റിസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഹൗസ് മെയ്ഡ് ജോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബ്ലിഫറൈറ്റിസ് നമുക്കറിയാം ഐലിഡിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. ബലാനൈറ്റിസ് എന്ന് വെച്ചാൽ ഫോസ്കിനിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. ബ്രോങ്കൈറ്റിസ് അറിയാവുന്ന കാര്യമാണ്, ബ്രോങ്കൈ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. Then question number 52, formula for converting Fahrenheit scale to Celsius. Option A, C is equal to F minus 32 into 5/9. Option B, C is equal to F plus 32 into 5/9. C is equal to F minus 32 into 9/5. C is equal to F plus 32 into 9/5. ഈ കാൽക്കുലേഷൻ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ വരാറുണ്ട്. ഹിയർ ആൻസർ ഓപ്ഷൻ എ ആണ്. C is equal to F minus 32 into 5/9. ഫോർമുല അതേപടി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലാക്കാനോ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലാക്കാനോ ചോദിക്കാറുണ്ട്. Question number 53, distension of well person who have come in contact with infectious disease for a period equal to the longest incubation period of the disease. Isolation, quarantine, disinfection, sterilization. So നമുക്കറിയാം ഒരു വെൽ പേഴ്സൺ, ഒരു ഇൽനെസ് ഉള്ള ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഉള്ള സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു വെൽ പേഴ്സണെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നതിനെ മാറ്റി നിർത്തുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡിന് ഈക്വൽ ടൈം പീരീഡിൽ മാറ്റി നിർത്തുന്നതിന് നമ്മൾ ക്വാറന്റൈൻ എന്നാണ് പറയുക. ഇപ്പോൾ ആ ഒരു ടേം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. സോ 54, ഡിഫറൻസ് ബിറ്റ്വീൻ ആക്സിലറി ആൻഡ് റെക്ടൽ ടെമ്പറേച്ചർ. 4 ഡിഗ്രി 3 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, 2 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് 1 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, നമുക്കറിയാം റെക്ടൽ ആക്സിലറി ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 ഡിഗ്രിയാണ്. Question number 55, which is not an ingredient of oral rehydration solution.
sodium chloride, potassium chloride, sodium citrate, and option D calcium carbonate. Here നമുക്കറിയാം സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും സോഡിയം സിട്രേറ്റും ഒ ആർ എസിൻ്റെ തന്നെ കണ്ടന്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് അതിനകത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ ഇത് നമുക്ക് ഒ ആർ എസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആൻഹൈഡ്രസും സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ഒ ആർ എസിനകത്ത് ഇപ്പോൾ ലോ ഓസ്മോളാലിറ്റി ഒ ആർ എസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. 13.5 ആണ് ഗ്ലൂക്കോസ്, ആൻഡ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് 2.6 ആണ്, സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് 2.9 ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ് 1.5 ആണ്. Question number 56, which is not a modified Jones major criteria for diagnosing rheumatic fever? Option A arthralgia, option B chorea, option C carditis, option C subcutaneous nodules. So Jones criteria നമ്മൾ സാധാരണ റൊമാറ്റിക് ഫീവറിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് ജോൺസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിനകത്ത് മേജർ ക്രൈറ്റീരിയ ഉണ്ട്, മൈനർ ക്രൈറ്റീരിയ ഉണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മേജർ ക്രൈറ്റീരിയക്കകത്ത് ഇല്ലാത്തത് ഏതെന്നാണ്. ആർത്രാൾജിയാണ് ആൻസർ വരിക, കാരണം അത് മൈനർ ക്രൈറ്റീരിയക്കകത്താണ് വരുന്നത്. So major criteria include carditis, polyarthritis, chorea, subcutaneous nodules and erythema marginatum. Then minor criteria ക്കകത്ത് വരുന്നത് fever, arthralgia. Arthralgia minor criteria ക്കകത്താണ് വരുന്നത്. So answer is option A arthralgia. Then prolonged PR interval, ESR, CRP എല്ലാം elevated ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് മൈനർ ക്രൈറ്റീരിയക്കകത്ത് വരിക. Question number 57, holding the hip and knees at 90-degree flexion, a backward pressure is applied while adducting hips. The femur head is felt slipping out of the acetabulum with a click sound. Positive Ortolani test, Kernig's test, positive Trelleborg test, positive Barlow test. ഇതിനകത്ത് ഓപ്ഷൻ ബി ഒഴിച്ച് ബാക്കി മൂന്നും, അതായത് പോസിറ്റീവ് ഓട്ടോലാനി, പോസിറ്റീവ് ട്രെല്ലൻബർഗ് ആൻഡ് ബാർലോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഡെവലപ്മെൻറ്റൽ ഡിസ്പ്ലേഷ്യ ഓഫ് ഹിപ്പ് ഒരു കുഞ്ഞുങ്ങളിൽ കാണുന്ന മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിലുള്ള കണ്ടീഷനാണ്. അതിനകത്ത് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് ഓട്ടോലാനി, ട്രെല്ലൻബർഗ് ആൻഡ് ബാർലോ ടെസ്റ്റ്. സോ ഇതിനകത്ത് ഹിയർ ഓപ്ഷനകത്ത് ആൻസർ തന്നിരിക്കുന്നത് എ ആണ്, ബട്ട് ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അതായത് ബാർലോ ടെസ്റ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹിപ്പിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നു. മീൻസ് ടെസ്റ്റ് ഇറ്റ് ഈസ് എ പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് ദാറ്റ് അറ്റംപ്റ്റ് ടു ഡിസ്ലൊക്കേറ്റ് ആൻ അൺസ്റ്റേബിൾ ഹിപ്പ്. അൺസ്റ്റേബിൾ ആയിട്ടിപ്പോൾ ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് പാർഷ്യലി ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കാം. അപ്പോൾ ബാർലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തനിയെ ഡിസ്ലൊക്കേറ്റഡ് ആയി പോകുന്നു. അപ്പോഴാണ് നമുക്കൊരു ക്ലങ് എന്നുള്ള സൗണ്ട് വരുന്നത്. മീൻസ് അത് പുറത്ത് പോകുന്ന സൗണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ബാർലോ ടെസ്റ്റ്. ഓട്ടോലാനി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്ന ഹിപ്പ് അകത്ത് പോകും. ഓക്കെ, ദാറ്റ് ഈസ് ഓട്ടോലാനി ടെസ്റ്റ്. ക്ലിയർ? So here answer is option D. Question number 58, formula for calculating body mass index. Height in meter divided by weight in kg square. Option B, height in meter square divided by weight in kg. Option C, weight in kg divided by height in meter square. Option D, weight in kg divided by height in meter. Okay, BMI യുടെ കാൽക്കുലേഷൻ നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്, വെയ്റ്റ് ഇൻ കെ ജി ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 59, RH anti-D immunoglobulin is administered intramuscularly to a RH negative unimmunized mother following childbirth. Within 7 days, within 3 days, option C within 5 days, option D within 9 days. Okay, here answer is option B ആണ്, വിത്തിൻ 3 days. അതായത് വിത്തിൻ 72 hours-നകത്ത് നമുക്ക് എന്ത് കൊടുക്കണം, ആൻറ്റി ഡി കൊടുക്കണം. സാധാരണ പ്രൊഫിലാക്റ്റിക് ആൻറ്റിനേറ്റൽ ആൻറ്റി ഡി എന്ന് പറയുന്നത് 28-34 വീക്സിലാണ് നമ്മൾ സാധാരണ 300 ഇൻ്റർനാഷണൽ യൂണിറ്റാണ് കൊടുക്കാറുള്ളത്.
സാധാരണ നമ്മൾ ആൻറ്റിപാർട്ടം ഹെമറേജ് കഴിഞ്ഞിട്ടോ മിസ്കാരേജോ അല്ലെങ്കിൽ എക്ടോപ്പി പ്രഗ്നൻസിയോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് അമ്മ നെഗറ്റീവും കുഞ്ഞ് പോസിറ്റീവും ആണെങ്കിലാണ് സാധാരണ നമ്മൾ എന്ത് കൊടുക്കുക, ആൻറ്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.